നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ, എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ നേരുന്നു. ഇന്ന് ഇവിടെ പറയുന്നത് ചിങ്ങമാസത്തെ നിങ്ങളുടെ നക്ഷത്രപ്രകാരമുള്ള ഫലമാണ് പറയുന്നത്. 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള സഞ്ചാരപഥം അനുസരിച്ച് ഉള്ള ഫലങ്ങളാണ് പറയുന്നത്. ആദ്യമായിട്ട് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് കടക്കുകയാണ്. ആദ്യമായി മേടരാശിയാണ്. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗമാണ്. നിങ്ങൾക്ക് ചിങ്ങമാസത്തെ ഫലം നിലവിൽ വേഴം നിങ്ങൾക്ക് സുഖസ്ഥാനം അവിടെ സഞ്ചരിക്കുന്നു. അതൊരു ശുഭഫലം തന്നെയാണ്. അപ്പോൾ 4-ാം ഭാവത്തിൽ വേഴം സഞ്ചരിക്കുന്നു. 4 പറയുന്ന ഭാവം ഗ്രഹസ്ഥാനം, വാഹനസ്ഥാനം, ബന്ധുജന അല്ലെങ്കിൽ മാതൃസ്ഥാനം ഒക്കെയാണ്, കൂട്ടുകാരുടെ സ്ഥാനം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ ശുഭഫലങ്ങൾ നമുക്ക് കിട്ടും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും കാണുന്നു. വിവാഹാദി കാര്യങ്ങൾ, പിന്നെ യാത്രാ ഗുണം, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ധനപരമായ നേട്ടം ഒക്കെ ഈ മാസം പ്രതീക്ഷിക്കാം. ഗ്രഹം മോടി കൂട്ടുകയോ പുതുതായി പണിയുകയോ ചെയ്യാനുള്ള യോഗവും ഈ മാസം കാണുന്നു. സെപ്റ്റംബർ 2 ശേഷം ഒരു ഫലമുണ്ട്. നിങ്ങൾക്ക് ഈ യുവാക്കൾക്ക് ഇഷ്ടമോ അതുവഴി വിവാഹത്തിലേക്ക് ഉള്ള മാർഗം തെളിയുകയും ചെയ്യും. അങ്ങനെ ഒരു സാധ്യതയും കൂടി ഈ മാസം കാണുന്നു. ഇതൊക്കെ ശുഭകരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഈ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളും വരുന്നുണ്ട്. വയറുവേദന അല്ലെങ്കിൽ വയറിന് ആസിഡിറ്റി അങ്ങനെയുള്ള സാധാരണ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പൊതുവേ മേടരാശിക്കാർക്ക് കൂടുതലും നല്ല ഫലങ്ങളാണ് ഈ മാസം ഉള്ളത്. അപ്പോൾ ശനിപ്രീതി വരുത്തുക, ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ മാറി പോകുന്നതിന് വേണ്ടി ശനിപ്രീതി നടത്തുക. ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം 3-ലാണ്. ക്ഷമിക്കേണ്ട, ധനപരമായ കാര്യങ്ങൾ ഒക്കെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്ന് വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ തൊഴിൽ, നമ്മുടെ ഏത് മേഖലയിലുള്ളവരായാലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം. എല്ലാ പ്രവൃത്തികളും ആലോചിച്ച് വേണം ചെയ്യാൻ. പിന്നെ ഇളയ സഹോദരങ്ങൾ, അവരുടെ ശത്രുതയ്ക്കും പാത്രമാവാൻ ഉള്ള അവസരം വരുന്നു. 50% അത് പിന്നീട് അതങ്ങ് മാറുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ തടസ്സങ്ങളൊക്കെ വരും. അതൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ
സെപ്റ്റംബർ 7 ശേഷം ധനപുരോഗതി, വിദ്യാവിജയം ഒക്കെ ആഗ്രഹ സാഫല്യം ഒക്കെ ഇടവരാശിക്കാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ മാസത്തെ നിങ്ങളുടെ ഫലം. പിന്നെ ഈ മാസത്തെ ഈ ഗ്രഹസ്ഥിതി വച്ചിട്ട് നിങ്ങൾക്ക് ചൊവ്വ 2-ൽ സഞ്ചരിക്കുന്നു. ഈ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പതുക്കെ ആയാൽ ഉചിതം. അപ്പോൾ ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർന്നം, മുക്കാല്. നിങ്ങൾക്ക് വ്യാഴം ധനസ്ഥാനത്ത് നിലകൊള്ളുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെയുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ലാഭാധിപനായിട്ടുള്ള ചൊവ്വ ആ രാശിയിൽ നിലകൊള്ളുന്നു. അത് സൂചിപ്പിക്കുന്നത് ഭൂമിലാഭം, ക്രയവിക്രയങ്ങൾ, ധനപുരോഗതി, വിദ്യാവിജയം, ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി, അതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നു. സെപ്റ്റംബർ 2 ശേഷം പൂർണ്ണമായ ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നു. ഈ രാശിക്കാർക്ക് നിലവിൽ കണ്ടകശനിയുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുന്നത് ഉചിതമാണ്. ഓഗസ്റ്റ് 22 ശേഷം നമ്മുടേതായ ചില ചിന്താശക്തി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടേതായ കാഴ്ചപ്പാട് കൊണ്ട് ചില ബുദ്ധിമോശമൊക്കെ ഉണ്ടാകാനും സാധ്യത ഈ മാസം കാണുന്നു. അപ്പോൾ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണമെന്നാണ് ഈ ഓഗസ്റ്റ് 22 ശേഷമുള്ള ബുധൻ്റെ അവസ്ഥ സൂചിപ്പിക്കുന്നത്. അത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ സഹകരണം കൊണ്ട് ചില നഷ്ടങ്ങൾ, സഹകരണം എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടുകാർ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സഹകരിക്കുന്ന ആൾക്കാർ മുഖേനയൊക്കെ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത ഈ മാസം കാണുന്നു. അതൊക്കെ ശ്രദ്ധിച്ച് പോയാൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, ഒരു കരുതലെടുക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ കൂടുതലും മിഥുനരാശിക്കാർക്ക് ഗുണഫലങ്ങളാണുള്ളത്. ഇതൊക്കെ പറഞ്ഞെങ്കിലും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിങ്ങളുടെ ധനസ്ഥാനത്തുണ്ട്. നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായിട്ടും ഉണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് വ്യാഴപ്രീതി, ശനിപ്രീതി. ഇനി പറയുന്ന കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് രാശിയിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ശുഭഫലം തന്നെ സിദ്ധിക്കും എന്ന് തന്നെ കാണുന്നു. തടസ്സങ്ങൾ നീങ്ങാൻ തുടങ്ങും. കഴിഞ്ഞ മാസത്തെ ഫലം വച്ചിട്ട് നിങ്ങൾക്ക് ഈ വ്യാഴം മൗഢ്യമായി നിൽക്കുന്നതിനാൽ ഗുണഫലം കിട്ടിയിട്ടില്ല. എന്നാൽ ഈ മാസം ചിങ്ങമാസത്തെ ഫലം അനുകൂലമാകുന്നു. വ്യാഴത്തിൻ്റെ മൗഢ്യാവസ്ഥയൊക്കെ മാറുന്നു. നമുക്ക് ശുഭഫലം തന്നെ സിദ്ധിക്കും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും നല്ലത് തന്നെ സംഭവിക്കും. മംഗളകരമായ കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കും. യാത്രാഗുണം കാണുന്നു. ഇതൊക്കെ ഗുണകരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓഗസ്റ്റ് 22 ശേഷം എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് വേണം ചെയ്യാൻ. വാഹനം ഓടിക്കുന്നത് പതുക്കെ ആയാൽ ഉചിതം. വീട് പുതുക്കിപ്പണിയുകയോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യുകയോ ചെയ്യാനുള്ള യോഗവും കാണുന്നു. പൊതുവെ വ്യാഴത്തിൻ്റെ അവസ്ഥ വച്ചിട്ട് കർക്കിടക രാശിക്കാർക്ക് ഗുണഫലം ഉണ്ടാകാനാണ് 60% വരെ ഉള്ളത്. എന്നാൽ നിങ്ങളുടെ ധനസ്ഥാനത്ത് കേതു സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യം ചെയ്തിരുന്നാലും പക്വതയോടെ കൂടി ആലോചിച്ച് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും.
നിങ്ങളുടെ അഷ്ടമത്തിൽ രാഹു സഞ്ചരിക്കുന്നു. അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്തു പോയാൽ ദോഷങ്ങൾ അകറ്റാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴം 12-ൽ മറഞ്ഞു. ഭയപ്പെടേണ്ട. വേഴത്തിൻ്റെ അവസ്ഥ വച്ചിട്ട് ധനപരമായ ക്ഷീണാവസ്ഥ നിലവിലുണ്ട്. നമ്മളുടെ ധനപരമായ കാര്യങ്ങളും നമ്മുടെ സന്താനങ്ങൾ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ഒക്കെ ചില പാഴ് ചിലവുകളുമൊക്കെ വന്നേക്കാം. അതൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ ഓഗസ്റ്റ് 22-ന് ശേഷം 50% നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ കിട്ടുന്നതാണ്. സ്ത്രീകൾ മുഖേനയുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകും. തൊഴിൽ വിജയം കാണുന്നു. ഈ രാശിക്കാർക്ക് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. ആയതിനാൽ ശനിപ്രീതി കൂടി ചെയ്യേണ്ടതാണ്. പിന്നെ ഈ മാസത്തെ ഫലം വച്ചിട്ട് തൊഴിൽപരമായിട്ട് ദൂരെ പോയി അല്ലെങ്കിൽ ദൂരെ യാത്ര ചെയ്ത് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. തൊഴിൽപരമായിട്ട് ആരോഗ്യ സംബന്ധിയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു. അപ്പോൾ പൊതുവെ ചിങ്ങരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ മാസം അനുഭവത്തിൽ വരിക. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് വേഴപ്രീതി, ശനിപ്രീതി, പിന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു, അപ്പോൾ നാഗരാജ പ്രീതി, ഇത് മൂന്നും ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് കന്യയാണ്. കന്യരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാന 1/4 ഭാഗം, ഉത്രം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴത്തിൻ്റെ അവസ്ഥ, സർവേശ്വരകാരകനായിട്ടുള്ള വേഴം അഭിഷ്ടസ്ഥാനമായ 11-ൽ സഞ്ചരിക്കുന്നു. ആയതിനാൽ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ശുഭകരമായി കാണുന്നു. യാത്രാഗുണം, കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. വിവാഹാദി കാര്യങ്ങൾ, വിദേശയാത്ര, വിദ്യാർത്ഥികൾ വിദ്യാവിജയം, ഉദ്യോഗലബ്ധി എന്നിവ ഫലം കാണുന്നു. സെപ്റ്റംബർ 2-ന് ശേഷം ഭാഗ്യം ഒന്നുകൂടി തെളിയുന്നതായും കാണുന്നു. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ഇതൊക്കെ ശുഭകരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഈ മാസത്തെ സ്ഥിതി വച്ചിട്ട് കാൽപാദത്തിന് തട്ടുമുട്ടുകളോ ക്ഷതമോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. അതൊക്കെ ഒരു കരുതലെടുക്കുന്നതിന് വേണ്ടി പറയുന്നു. അപ്പോൾ ഈ രാശിയെ സംബന്ധിച്ച്, കന്യരാശിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിലവിൽ കണ്ടക ശനികാലമുണ്ട്. ആയതിനാൽ ശനിപ്രീതി കൂടി ചെയ്തു പോകണം. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് വേഴം കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. കർമ്മം, അതായത് നമ്മുടെ തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. വേഴത്തിൻ്റെ ഉച്ചരാശിയാണ് നിങ്ങളുടെ കർമ്മസ്ഥാനം. എന്നിരുന്നാലും 10-ാം ഭാവം കൂടുതൽ ശ്രദ്ധാപൂർവം നമ്മൾ ജോലിയിൽ പഞ്ച്വാലിറ്റി, കൃത്യനിഷ്ഠയൊക്കെ പാലിച്ച് പോകണം എന്ന് തന്നെയാണ് വേഴം സൂചിപ്പിക്കുന്നത്. കർമ്മ പുരോഗതി ഉണ്ടാകും. തൊഴിൽ വിജയം, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, തൊഴിൽ സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ മാസം കാണുന്നു. പിന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ മാസത്തെ സ്ഥിതി വച്ചിട്ട് നിങ്ങൾക്ക് ഈ ചൊവ്വയുടെ സ്ഥിതി 12-ലോട്ടൊക്കെ ദൃഷ്ടിയുണ്ട്. കാൽപാദം, അപ്പോൾ തട്ടുമുട്ടുകളൊക്കെ കാലിൻ്റെ പാദത്തിലോ കുഴയിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അതൊക്കെ ഒന്ന് അറിഞ്ഞു പോകണം. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. സെപ്റ്റംബർ 2 ശേഷം ശുഭഫലം ഉണ്ടാകുന്നതാണ്. ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില തടസ്സങ്ങളും വന്നതിന് ശേഷം മാത്രമേ ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ദേവാലയ ദർശനം, അതായത് ശിവൻ്റെ അമ്പലത്തിൽ ഇഷ്ട വഴിപാടുകൾ നടത്തുക. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ ഞായറാഴ്ച വിശേഷ പ്രാർത്ഥനകളും നടത്തിയാൽ ഉത്തമമായിട്ട് കാണുന്നു. തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. അപ്പോൾ ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് വേഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. എല്ലാ ഭാഗ്യങ്ങളും കിട്ടുന്നതായിട്ട് തന്നെ കാണുന്നു. ഭാഗ്യസ്ഥാനത്ത് വേഴം വന്നിട്ട് നിങ്ങളുടെ രാശിയിലോട്ടുള്ള ദൃഷ്ടി, പിന്നെ സഹോദര സ്ഥാനത്തോടുള്ള ദൃഷ്ടി, പിന്നെ വന്നിട്ട് നിങ്ങളുടെ 5ാം ഭാവത്തിലുള്ള ദൃഷ്ടി. അപ്പോൾ ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. മക്കൾക്കും പുരോഗമനം, അവർക്കും ഭാഗ്യങ്ങളുണ്ടാകും എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ ഭാഗ്യങ്ങളും കിട്ടുന്നതായി തന്നെ കാണുന്നു. ഇതൊക്കെ വേഴത്തെ കൊണ്ട് നമ്മൾ പറഞ്ഞു. എന്നാൽ തീരുമാനങ്ങൾ, നമ്മൾ ഏത് തീരുമാനങ്ങൾ എടുക്കുന്നതായിരുന്നാലും ആലോചിച്ച് വേണം എടുക്കാൻ. അങ്ങനെ ഒരവസ്ഥയും കൂടി ഈ മാസം ഉണ്ട്. ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കും. എന്നാൽ ചില തടസ്സങ്ങളും വരും. ആ തടസ്സം വന്നതിന് ശേഷമാണ് അത് ശരിയായിട്ട് വരുന്നത്. സെപ്റ്റംബർ 2 ശേഷം യാത്രകൾ കാണുന്നു. ജീവിത പങ്കാളിയുമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒക്കെ ഒരുമിച്ച് ദൂരയാത്രകളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള സാധ്യത, അല്ലെങ്കിൽ ദേവാലയ ദർശനം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഉണ്ടാകുന്നതായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തെ സ്ഥിതി വച്ചിട്ട് കാര്യമായിട്ടുള്ള ശ്രദ്ധ നമ്മുടെ വിദ്യയിൽ ഉണ്ടാകേണ്ടതാണ്. പരാജയം വരത്തില്ല, പക്ഷേ ശ്രദ്ധിക്കണം. കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. ചില അശ്രദ്ധകൾ വന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ തെറ്റുകൾ വരിക, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഈ മാസം വിദ്യാർത്ഥികൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ ഉചിതം. പിന്നെ നിങ്ങളുടെ 4ാം ഭാവം യാത്രാസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നു. അപ്പോൾ യാത്രകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും വാഹനമൊക്കെ ഓടിക്കുന്നത് ശ്രദ്ധിച്ച് വേണം. അപ്പോൾ പൊതുവേ ഈ വൃശ്ചിക രാശിക്കാർക്ക് 75% വരെ ശുഭഫലമാണ് ഉള്ളത്. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾ ഈ മാസത്തെ ഫലം വച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും വേണം. നഷ്ടങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ കരുതൽ വേണം. നിങ്ങൾക്ക് നിലവിൽ വേഴം അഷ്ടമത്തിലാണ്, ഭയപ്പെടേണ്ട. അപ്പോൾ പക്വത ഇല്ലാതെ ചില കാര്യങ്ങൾ ചെന്ന് ചാടരുത്, ചില ബന്ധങ്ങൾ ചെന്ന് ചാടരുത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കാൻ. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ പതുക്കെ ആയാൽ ഉചിതം. അപ്പോൾ സെപ്റ്റംബർ 7 ശേഷം നല്ല അനുഭവങ്ങൾ, ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ പുരോഗതി, ഗവൺമെൻറ് കാര്യങ്ങൾ തടസ്സം ഉണ്ടായിട്ട് പിന്നെ നേരെയാകുന്നതായി കാണുന്നു. പൊതുവെ ധനുരാശിക്കാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ടാണ് കാണുന്നത്. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക, ശനിപ്രീതി, വേഴപ്രീതി. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം
ഏഴിൽ നമ്മുടെ നിവർത്തിസ്ഥാനം, യാത്രാസ്ഥാനം, വിവാഹസ്ഥാനം, പിന്നെ അങ്ങനെയുള്ള എല്ലാവിധമായ കാര്യങ്ങളും ശുഭകരമാകും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. വിവാഹം നടക്കാതിരുന്ന യുവാക്കൾക്കൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാകുന്നതായി കാണുന്നു. എല്ലാ മേഖലയിലുള്ളവർക്കും ഈ വേഴത്തിൻ്റെ ആനുകൂല്യം കിട്ടും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, പിന്നെ ക്രയവിക്രയങ്ങൾ, ഗൃഹനിർമ്മാണമോ മോടി കൂട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട്, വേഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നു. യാത്രാഗുണം എല്ലാം ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ധനം, വാക്ക്, വിദ്യാപ്രവൃത്തി എന്ന് പറയുന്ന സ്ഥാനത്ത് രാഹു നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം പറയുന്നത് നമുക്ക് വിദ്യാപരമായിട്ടോ അല്ലെങ്കിൽ ധനപരമായിട്ടോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചില ദുർശീലങ്ങൾ ഒക്കെ ഉള്ളവർ അതുമായി ബന്ധപ്പെട്ട് അതുണ്ടെങ്കിൽ നിയന്ത്രിക്കുന്നത് ഉചിതമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വയറ് സംബന്ധിച്ചൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഈ മാസം കാണുന്നു. ഭയപ്പെടുത്തുന്നതല്ല, നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുന്നു. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 2 ശേഷം ആഗ്രഹസാഫല്യം, വേഴത്തെ കൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഈ സെപ്റ്റംബർ 2 ശേഷം ആഗ്രഹസാഫല്യം ഒന്നുകൂടി അനുകൂലമാകുന്നതായി കാണുന്നു. തൊഴിൽ പുരോഗമനം ഉണ്ടാകും. അപ്പോൾ 60% വരെ ഗുണഫലം തന്നെയാണ് മകരരാശിക്കാർക്ക് ഉള്ളത്. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക, നാഗരാജപ്രീതി ചെയ്യുക. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. ഇനി പറയുന്ന കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് ഈ മാസത്തെ ഫലം, നിലവിൽ വ്യാഴം 6-ൽ മറഞ്ഞു. അപ്പോൾ ധനപരമായ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ്. എന്നാൽ 50% പുരോഗമനം ഉണ്ടാകും. മനസ്സിന് ധൈര്യം കുറയുന്ന ഒരു മാസമായിട്ട് കാണുന്നു. എന്നാൽ സഹകരണം കൊണ്ടുള്ള പുരോഗതി ഉണ്ടാകും. ഗവൺമെൻറ് കാര്യങ്ങൾ തടസ്സം വന്നിട്ട് പിന്നീട് ശരിയാകുന്നതായി കാണുന്നു. സെപ്റ്റംബർ 2 ശേഷം ഭാഗ്യ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. യാത്രാഗുണം, പിന്നെ ക്രയവിക്രയങ്ങൾ എന്നിവ ഫലമായിട്ട് ഈ മാസം കാണുന്നു. അപ്പോൾ കൂടുതലും കുംഭരാശിക്കാർക്ക് മോശ ഫലമല്ല, 50% നല്ല അനുഭവങ്ങൾ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഉണ്ടാകുന്നതായി കാണുന്നു. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക, ശനിപ്രീതി, വേഴപ്രീതി, ഇത് രണ്ടും ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് മീനക്കൂറാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം, മഹാവിഷ്ണു, നിങ്ങളുടെ ഇഷ്ടസ്ഥാനം, മനസ്സിൻ്റെ സ്ഥാനം, സന്താനഭാവം, ആഗ്രഹസ്ഥാനം എന്ന് പറയുന്ന 5-ാം ഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ, നേരത്തെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കും. അത് ശുഭമായി വരും. ചില
കാലതാമസങ്ങൾ നേരത്തെ അനുഭവത്തിലുണ്ടായിരുന്നു, അതെല്ലാം തന്നെ മാറുന്നു. ഈ ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങളുണ്ടാവും. എല്ലാ മേഖലയിലുള്ളവർക്കും ശുഭകരമായ അവസ്ഥ ഉണ്ടാവും. യാത്രാഗുണം, ക്രയവിക്രയങ്ങൾ, വിവാഹാദി കാര്യങ്ങൾ എല്ലാം തന്നെ കാണുന്നു. യാത്രകൾ ശുഭകരം എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും യാത്രകൾ സൂക്ഷിക്കണം എന്നുകൂടി കാണുന്നു. ശനിപ്രീതി നേടുക. അപ്പോൾ വേഴം നല്ല സ്ഥാനത്താണ്. അപ്പോൾ കാലതാമസമൊന്നുമല്ലാതെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾക്ക് നിലവിൽ ജന്മശനിയുണ്ട്. അപ്പോൾ ശനിയാഴ്ചയും വ്യാഴാഴ്ചയും പ്രാർത്ഥനയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ശുഭ അവസ്ഥ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ 12 രാശിയിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു. ഇത് നിങ്ങളുടെ ഈ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരപഥം വച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ വിളിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരം, ഛിദ്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏത് ദശയാണ്, ഏത് അപഹാരമാണ്, ഏത് ഛിദ്രമാണ് എന്നിവയൊക്കെ മനസ്സിലാക്കുന്നതിനായിട്ട് എന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏത് സംശയത്തിനും അതിന് നിങ്ങളുടെ ഏത് ചോദ്യത്തിനായിരുന്നാലും അതിന് മറുപടി പറയാനായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ വിളിക്കാൻ ആഗ്രഹമുള്ളവർ എന്നെ വിളിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.